ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ഹിന്ദി ചേംബർ. ഞാൻ ബാബു എൻ പനക്കൽ. ഇന്ന് നമ്മൾ കേരള സിലബസ് 12ാം ക്ലാസ്സിലെ ഹിന്ദി അഥവാ +2 ഹിന്ദി ബോർഡ് എക്സാമിനേഷന് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ മുൻപ് അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോകൾ ഏതൊക്കെയാണെന്ന് ഒന്ന് പറയാം. എല്ലാ ചാപ്റ്ററുകളും അവയുടെ മലയാളം എക്സ്പ്ലനേഷനോടുകൂടിയും ഓരോ ചാപ്റ്ററുകളും ചോദ്യത്തിന്റെ ഉത്തരങ്ങളും ഓരോ ചാപ്റ്ററുകൾക്ക് ഒരു കോമൺ പാരഗ്രാഫും 8 മാർക്കിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഡയറി, ലെറ്റർ, വാർത്താലാപ, ട്രാൻസ്ലേഷൻ, വിജ്ഞാപൻ, അതുപോലെ 4 മാർക്കിന് ചോദിക്കുന്ന പോസ്റ്റർ, ഇതെല്ലാം നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ +2 ഹിന്ദിക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: നീച്ചെ ലിഖേ അനുച്ഛേദ് സേ പ്രൊഫൈൽ അഥവാ രൂപരേഖ ലിഖേം. ഇതാണ് ക്വസ്റ്റ്യൻ. നീച്ചെ ലിഖേ അനുച്ഛേദ് സേ പ്രൊഫൈൽ അഥവാ രൂപരേഖ ലിഖേം. ഈ ക്വസ്റ്റ്യൻ ഒരുപാട് കുട്ടികൾ കമന്റ് ബോക്സിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് അപ്ലോഡ് ചെയ്യുന്നത്. ഒരു പാരഗ്രാഫ് തരും. ആ പാരഗ്രാഫ് വായിച്ചിട്ട് അതിൽ നിന്ന് എങ്ങനെയാണ് പ്രൊഫൈൽ എഴുതാൻ സാധിക്കുന്നത് അഥവാ രൂപരേഖ എഴുതാൻ സാധിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് മാതൃഭൂമി എന്ന ആ പദ്യത്തിലെ മൈഥിലി ശരൺ ഗുപ്തജിയുടെ അനുച്ഛേദ് തന്നെയാണ് പരിചയപ്പെടുത്തുന്നത്. അങ്ങനെ ഒരു അനുച്ഛേദ് തന്നാൽ എങ്ങനെയാണ് നമുക്ക് പ്രൊഫൈൽ അഥവാ രൂപരേഖ എഴുതാൻ സാധിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ദ്വിവേദി യുഗേന പ്രതിഭാശാലി കവി മൈഥിലി शरण गुप्ता जी का जन्म उत्तर प्रदेश के चिरगांव में 1885 को हुआ. भारतीय पुराणों के उपेक्षित कथा, प्रसंग एवं पात्रों को लेकर युगानुरूप काव्य उन्होंने रचे. साकेत, यशोधरा, जयद्रथवध, पंचवटी, काबा करबला आदि उनकी श्रेष्ठ रचनाएं हैं. देश ने 1954 को पद्म भूषण उपाधि से उनका सम्मान किया. 1965 को राष्ट्रकवि मैथिली शरण गुप्ता जी का देहांत हुआ. द्विवेदी युगेन प्रतिभाशाली कवि मैथिली शरण गुप्ता जी का जन्म उत्तर प्रदेश के चिरगांव में 1885 को हुआ. द्विवेदी യുഗത്തിലെ പ്രതിഭാശാലിയായ കവി മൈഥിലി ശരൺ ഗുപ്തജി ജനിച്ചത് ഉത്തർപ്രദേശിലെ ചിർഗാവ് എന്ന് പറയുന്ന സ്ഥലത്ത് 1885 ആയിരുന്നു. അതുപോലെ ഭാരതീയ पुराणों के उपेक्षित कथा, प्रसंग एवं पात्रों को लेकर युगानुरूप काव्य उन्होंने रचे. ഭാരതത്തിലെ പുരാണങ്ങൾ നിന്ന് ഉപേക്ഷിക്കപ്പെട്ട കഥാപാത്രങ്ങളെയും മറ്റും എടുത്തിട്ട് വളരെ മനോഹരമായിട്ട് കവിത രചിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു രാഷ്ട്രകവിയായ മൈഥിലി ശരൺ ഗുപ്തജി. സാകേത്, യശോധര, ജയദ്രഥവധ്, പഞ്ചവടി, കാബ കർബല ആദി ഉൻകി ശ്രേഷ്ഠ രചനായേ. അദ്ദേഹത്തിന്റെ രചനകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സാകേത്, യശോധര, ജയദ്രഥവധ്, പഞ്ചവടി, കാബ കർബല മുതലായവ. देश ने 1954 को पद्मभूषण उपाधि से उनका सम्मान किया. രാജ്യം അഥവാ ഭാരതം 1954 को 1954 പത്മഭൂഷൺ കൊടുത്ത് അദ്ദേഹത്തിനെ ആദരിച്ചു.
അതുപോലെ 1965 को राष्ट्रकवि मैथिली शरण गुप्त जी का देहांत हुआ. AD 1965 രാഷ്ട്രകവിയായ മൈഥിലി ശരൺ ഗുപ്തജി മരണപ്പെട്ടു. ശരിക്കും അദ്ദേഹം മരിച്ച ഡേറ്റ് കൃത്യമായി ഈ അനുച്ഛേദിൽ പറയാത്തത് കൊണ്ടാണ് 12/12/1965 അദ്ദേഹം മരിച്ചത്. അതുപോലെ അദ്ദേഹം ജനിച്ചത് ഓഗസ്റ്റ് 3 1885 ചിർഗാവ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഡേറ്റ് കൊടുത്തിട്ടില്ലാത്തത് കൊണ്ട് അറിയാമെങ്കിൽ മാത്രം എഴുതിയാൽ മതി. അല്ല എങ്കിൽ അനുച്ഛേദിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് മാത്രമേ പ്രൊഫൈൽ അഥവാ രൂപരേഖ തയ്യാറാക്കാൻ പാടുള്ളൂ. രൂപരേഖ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഒരു ഫ്രഷ് പേജ് എടുക്കുക. ആ ഫ്രഷ് പേജിൽ ക്വസ്റ്റ്യന്റെ നമ്പർ ഇടുക. അതിനുശേഷം ഓരോന്നും വണ്ണായിട്ട് താഴെ എഴുതുക. ഒരു പേജ് ഫുള്ളായിട്ട് എഴുതണം. അതുപോലെ തന്നെ വളരെ അകത്തി വേണം എഴുതാനായിട്ട്. ഇനി നമുക്ക് അതിൻ്റെ പ്രൊഫൈൽ നോക്കാം. നമുക്ക് ആൻസർ നോക്കാം. പ്രൊഫൈൽ അഥവാ രൂപരേഖ. नाम मैथिली शरण गुप्त, जन्म 3 अगस्त 1885, ചിർഗാവ്, ഉത്തർപ്രദേശ്. അതിൻ്റെ ഒരു ലൈൻ വിട്ടിട്ട് താഴെ ലെഫ്റ്റ് സൈഡിലായിട്ട് പ്രമുഖ രചനായേം സാകേത്, യശോധര, ജയദ്രഥവധ, പഞ്ചവടി, കാബ കർബല ആദി. അടുത്തത് ഒരു ലൈൻ വിട്ട് ലെഫ്റ്റ് സൈഡില് പുരസ്കാർ. ഭാരത് സർക്കാർ ने 1954 को पद्म भूषण उपाधि से सम्मानित किया. അടുത്തത് ഒരു ലൈൻ വിട്ടിട്ട് ലെഫ്റ്റ് സൈഡില് മൃത്യു. 1965 को राष्ट्रकवि मैथिली शरण गुप्त जी का देहांत हुआ. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് നാം, ജന്മ, പ്രമുഖ രചനായേം, പുരസ്കാർ, മൃത്യു. ഇത്രയും പോയിന്റുകളാണ് ശ്രീ മൈഥിലി ശരൺ ഗുപ്തജിയെ കുറിച്ച് അനുച്ഛേദിൽ പറഞ്ഞിരിക്കുന്നത്. അനുച്ഛേദിൽ പറഞ്ഞിട്ടുള്ളത് മാത്രം പ്രൊഫൈലാക്കി എഴുതിയാൽ മതി. അപ്പോൾ ഇവിടെ അദ്ദേഹം ജനിച്ച ദിവസം മാസവും പറഞ്ഞിട്ടില്ല. എങ്കിലും നമുക്ക് അറിയാമെങ്കിൽ അത് നമ്മൾ എഴുതി വയ്ക്കുക. ഇല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യം മാത്രം എഴുതിയാൽ മതി. ആദ്യമേ നാം എഴുതിയിട്ട് ഒരൽപ്പം മാറ്റി 2 കുത്തിട്ടിട്ട് അദ്ദേഹത്തിന്റെ പേരെഴുതുക. നാമിന്റെ നേരെ താഴെ വേണം ജന്മം എഴുതാൻ. അതിന്റെ താഴെ വേണം പ്രമുഖ രചനായേം എന്ന് എഴുതാൻ. അതിനുശേഷം നേരെ താഴത്ത് പുരസ്കാരം എന്ന് എഴുതുക. അതിനുശേഷം മൃത്യു എന്ന് എഴുതുക. ഇപ്പൊ പ്രൊഫൈൽ എഴുതുമ്പോൾ എല്ലാം ഭംഗിയായിട്ട് എഴുതാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. ഒരു ഫുൾ പേജ് നിറയെ എഴുതണം. ഇത്രയും എഴുതി കഴിഞ്ഞാൽ പ്രൊഫൈലിന്റെ ഫുൾ മാർക്ക് നിങ്ങൾക്ക് ലഭിക്കും. പ്രൊഫൈലിന് ചിലപ്പോൾ 4 മാർക്കോ 6 മാർക്കോ ആവാം. തരുന്ന അനുച്ഛേദ് പോലെ ഇരിക്കും. അനുച്ഛേദ് വലുതാണെങ്കിൽ 4 മാർക്ക് 6 മാർക്കും ആവാം, 8 മാർക്കും ആവാം. അനുച്ഛേദ് ചെറുതാണെങ്കിൽ അത് 4 മാർക്കായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും വിജയാശംസകൾ. എല്ലാവരും നല്ല തകർത്ത് പരീക്ഷ എഴുതി A+ നേടുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.